ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മണി മാനേജർ എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ അതിൻ്റെ ഒരു 75% നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടെ ഐ ബട്ടണിൽ കാണാം. നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. നമുക്കിനി ബാക്കി ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കൂടെ നോക്കാം. ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് യൂസർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നമുക്കിതിനെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് മണി ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യുന്നതാണ്. അത് ഓരോ കറൻസിന്ന് വേറെ കറൻസിയിലേക്ക് നമ്മളിവിടെ ബാങ്ക് അക്കൗണ്ട്സിൽ 3 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡീഫോൾട്ട് കറൻസി ആയിട്ടുള്ള ദർഹത്തിലാണ് DH അക്കൗണ്ട്. INR അക്കൗണ്ട് എന്നുള്ള ഇന്ത്യൻ കറൻസിയാണ്. USD അക്കൗണ്ട് എന്നുള്ള ഡോളറാണ്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ദർഹത്തിൽ നിന്ന് ഇന്ത്യൻ റുപ്പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. നിങ്ങൾ എക്സ്ചേഞ്ച് റേറ്റ് എത്ര എന്നുള്ളത് നോക്കുക. ഇതിലെ സിസ്റ്റത്തിലെ എക്സ്ചേഞ്ച് റേറ്റും നമ്മൾ അയക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ചെറിയ വ്യത്യാസം വരും. അതിന് നമ്മൾ ആദ്യം ഇത് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അതിനൊരു സെറ്റിങ്സ് വിടാതെ നോക്കണം. അതിനുവേണ്ടി മോർ എന്നുള്ള ടാബ് സെലക്ട് ചെയ്യുക. അതിൽ കോൺഫിഗറേഷൻ എന്നുള്ള സെലക്ട് ചെയ്യുക. ഇതിലെ സബ് കറൻസി സെറ്റിങ്സ് എന്നുള്ളത് എടുക്കുക. ഇതിൽ നമ്മൾ സബ് കറൻസീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് INR എന്നുള്ളത് എടുക്കുക. അതിൽ പെൻസിലുള്ള സിമ്പിളുണ്ട്, അത് എടുക്കുക. ഇതിലെ എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത് നമ്മളിവിടുന്ന് സെലക്ട് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഏത് റേറ്റാണ് നിങ്ങൾ അയക്കുന്നതെന്നുള്ളത് നോക്കുക. ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു ദർഹത്തിന് 23.17 റുപ്പീസ് ആണെങ്കിൽ ഞാനതിവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കാൽക്കുലേറ്റർ എന്നുള്ള സിമ്പിളാണ് ഇതുള്ളത്. ഇത് സെലക്ട് ചെയ്യുക. ഇതിൽ ക്ലിയർ ചെയ്യുക. ഒരു ദർഹത്തിന് 23.17 റുപ്പിയാണെങ്കിൽ 1/23.17 എന്നുള്ള കൊടുക്കുക. അത് ഈക്വൽ ആ വാല്യൂ ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് ഇപ്പോൾ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി അത് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് വീണ്ടും അക്കൗണ്ട്സ് എന്നുള്ള ടാബ് വരിക. സിസ്റ്റത്തിൽ നമ്മൾ അയക്കുന്നതായിട്ട് വ്യത്യാസം വരും. കറക്റ്റ് റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലേ കിട്ടുള്ളൂ. ഇനി നമുക്ക് DH അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇനി പ്ലസ് എന്നുള്ള ഐക്കൺ സെലക്ട് ചെയ്യുക. ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ ഏത് അക്കൗണ്ടിലേക്കാണെന്ന് നോക്കുക. ബാങ്ക് അക്കൗണ്ട്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ INR അക്കൗണ്ട് നമ്മൾ എടുത്തു. ഇനി നമുക്കിവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്യാം. 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമ്മൾ ദൃഹത്തിലെ എമൗണ്ട് ടൈപ്പ് ചെയ്യാം. അപ്പം നമ്മൾ എൻട്രി ചെയ്യുന്ന എമൗണ്ട് അത്രയും ഇവിടുന്ന് ഡെബിറ്റ് ആവും. അതല്ലെങ്കിൽ നമുക്കിവിടെ ഇന്ത്യൻ റുപ്പിയിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇന്ത്യൻ റുപ്പി എന്നുള്ള എടുത്തിട്ട് ഞാനിവിടെ ഒരു എമൗണ്ട് എൻട്രി ചെയ്യുകയാണെങ്കിൽ ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ദൃഹം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവും. ഞാനിവിടെ ദൃഹത്തിലാണ് എൻട്രി ചെയ്യുന്നത്. ഞാനിവിടെ ഒരു എൻട്രി ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ എക്സ്ചേഞ്ച് ഫീസ് കൂടെ എൻട്രി ചെയ്യാം. അതിനുവേണ്ടി ഫീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു എമൗണ്ട് കൊടുത്തു. അത് ഡീഫോൾട്ട് കറൻസിയിലായിരിക്കും ഇപ്പം കാണിക്കുന്നത്. ഇനി നമ്മൾ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം DH അക്കൗണ്ട് എന്നുള്ളതിനകത്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിപ്പം നമ്മൾ ഫീസ് എന്നുള്ള കാറ്റഗറി ബാങ്ക് ലോൺ ഇൻട്രസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ആഡ് ചെയ്താണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇനി ഈ കാറ്റഗറി നമുക്ക് മാറ്റാൻ വേണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഒരു പെൻസിലിൻ്റെ സിമ്പിളുണ്ട്, കാറ്റഗറി, അത് സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്കൊരു പുതിയൊരു കാറ്റഗറി ആഡ് ചെയ്യണം. ഇനി പ്ലസ് എന്നുള്ള ഐക്കൺ സെലക്ട് ചെയ്യുക. ഒരു പേര് കൊടുക്കും. ഇനിയും സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചാർജസ് എന്നുള്ള ഒരു കാറ്റഗറി നമ്മളിവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും ബാക്ക് എന്നുള്ളത് എടുക്കുക. ഇതിലിപ്പോൾ നമ്മൾ ചാർജ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 24-ാം തീയതി നമ്മൾ 1500 ദർഹം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചാർജുമാണ് കാണിക്കുന്നത്. നമ്മൾ വീണ്ടും അക്കൗണ്ട്സ് എന്നുള്ള ടാബ് എടുത്തിട്ട് INR അക്കൗണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതിന് 24-ാം തീയതി നമ്മൾ കൊടുത്ത റേറ്റിനനുസരിച്ചായിരിക്കും ആ വാല്യൂ കാണിക്കുന്നത്. അത് 34,750 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. സ്റ്റാർട്ട്സ് എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ ഇതിലിപ്പം ചാർജ് എന്നുള്ള ഒരു കാറ്റഗറി ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്കിനി ബഡ്ജറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി മോർ എന്നുള്ള ടാബ് സെലക്ട് ചെയ്യുക. ഇതിൽ കോൺഫിഗറേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ ബഡ്ജറ്റ് സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് പ്ലസ് എന്നുള്ള ഐക്കൺ ഉണ്ട്, അതെടുക്കുക. ഇത് നമുക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കാറ്റഗറി നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ഓരോന്നിനും നമുക്ക് ബഡ്ജറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ അങ്ങനെ ചെയ്തത്. ഞാനിവിടെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു മാസം എത്രയാണ് നമുക്കിവിടെ ഓവറോൾ നമുക്ക് ബഡ്ജറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ഇതിലിപ്പോൾ ഒരു എമൗണ്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ഒന്നും ബഡ്ജറ്റിൽ കാണിക്കില്ല. അല്ലാതെ എക്സ്പെൻസുകൾ മാത്രമേ ബഡ്ജറ്റിൽ വരുള്ളൂ. ഇനി സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി ബാക്കിലോട്ട് പോവുക. ഇത് ട്രാൻസ്ഫർ എന്നുള്ള ടാബ് സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് ഡെയിലി എന്നുള്ള ഉണ്ട്, കലണ്ടർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ മന്ത്ലി എന്നുള്ള. നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബഡ്ജറ്റ് എന്നുള്ളതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 4500 അതിൽ 3752 ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി റിമൈനിങ് ഉള്ള 774 82% നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുൾ ആകുന്നതനുസരിച്ച് ഇതിൻ്റെ കളർ മാറും. ഇങ്ങനെയാണ് നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ റിപ്പീറ്റ് സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഉദ്ദേശിക്കുന്നത് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്ന്
ഒരു കൃത്യ ഒരു എമൗണ്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാറ്റഗറിക്ക് എക്സ്പെൻസായിട്ട് പോവുകയോ ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് ആർ ഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളതാണ്. ഇത് ബാങ്ക് ആർ ഡിയിൽ ഇപ്പോൾ ഉള്ളത് 5,000 ആണ് നമ്മൾ ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് INR അക്കൗണ്ടിൽ നിന്ന് എല്ലാ മാസവും ഒരു തുക ട്രാൻസ്ഫർ ചെയ്യാണ്. അതിനുവേണ്ടി നമ്മൾ മോർ എന്നുള്ള ടാബ് സെലക്ട് ചെയ്യുക, കോൺഫിഗറേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഇതിലെ റിപ്പീറ്റ് സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, ഇതിലെ പ്ലസ് എന്നുള്ള ഐക്കൺ സെലക്ട് ചെയ്യുക. ഇതിൽ ഏതാണ് നിങ്ങളുടെ പ്ലാൻ, ആ പ്ലാൻ എടുക്കുക. ഞാനിവിടെ എവറി മന്ത് ആണ് ഉദ്ദേശിക്കുന്നത്. എവറി മന്ത് 26ന് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഏത് അക്കൗണ്ടിൽ നിന്ന്? ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്. ഇപ്പോൾ ഞാനിവിടെ ബാങ്ക് അക്കൗണ്ട് INR അക്കൗണ്ടാണ്, ഇന്ത്യൻ റുപ്പിയാണ്. ഇനി 2 എന്നുള്ളടത്ത് നമ്മൾ ഏതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഞാനിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള അക്കൗണ്ടിൽ ബാങ്ക് ആർ ഡിയിലേക്ക് എനിക്കൊരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഞാൻ ഇവിടെ എമൗണ്ട് എൻ്റർ ചെയ്യാം. നോട്ടോ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഇത് നമുക്ക് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇപ്പം റിപ്പീറ്റ് സെറ്റിങ്ങിനകത്ത് ഇതിപ്പം ഓൾറെഡി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി 26/01/2025 എന്നുള്ള നെക്സ്റ്റ് റിപ്പീറ്റ് സെറ്റിംഗ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് സിമ്പിളോടെ ക്ലിക്ക് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. ഞാനിപ്പോൾ ഇവിടെ അക്കൗണ്ട്സ് എന്നുള്ള ടാബ് എടുക്കുക. ഇതിൽ ബാങ്ക് ആർ ഡി എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതിലിപ്പോൾ 26ന് ഓൾറെഡി 5,000 നമ്മളിതിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ INR അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തും 26ന് ഇതിലേക്ക് 5,000 ബാങ്ക് ആർ ഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതാണ് റിപ്പീറ്റ് സെറ്റിംഗ് എന്നുള്ള ഇതിലെ ഓപ്ഷൻ. ആ ഡേറ്റ് ആകുമ്പോൾ തന്നെ അത് ഇതിനകത്തുനിന്ന് എൻ്റർ ആയിക്കോളും. ഇങ്ങനെയാണ് റിപ്പീറ്റ് സെറ്റിംഗ് എൻ്റർ ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ഇതിലെ ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ INR അക്കൗണ്ട് എന്നുള്ള ഇന്ത്യൻ കറൻസിയാണ്, അത് സെലക്ട് ചെയ്തു. ഇതിൽ നമുക്ക് പ്ലസ് എന്നുള്ള ഐക്കൺ സെലക്ട് ചെയ്യാം. ഇതിലെ ഡേറ്റും ടൈമും ഉണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ റിപ്പീറ്റ് ഓർ ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ അപ്പോൾ നമുക്ക് ചോദിക്കും റിപ്പീറ്റ് ആണോ ഇൻസ്റ്റാൾമെൻ്റ് ആണോ. റിപ്പീറ്റ് ആണെങ്കിൽ നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെയാണ്. ഇൻസ്റ്റാൾമെൻ്റ് ആണ് ജസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് സെലക്ട് ചെയ്യുക. ഇതിൽ ആദ്യം നമുക്ക് ഏതൊരു പ്ലാനാണ്, മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻ എന്നാണ്. ഇത് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര നാളത്തേക്കുള്ളത് നോക്കും. ഇപ്പം എക്സാമ്പിളായിട്ട് നോ കോസ്റ്റ് EMI ആണെങ്കിൽ നമുക്ക് 6 months ഉണ്ട്, 12 months ഉണ്ട്. അതിൽ നമുക്കൊരു ഇൻസ്റ്റാൾമെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ടുള്ളൊരു എമൗണ്ട് എല്ലാ മാസവും ഡെബിറ്റ് ആവുന്നുള്ളേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് 12 months കൊടുക്കുകയാണ്. സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ 12 monthsൻ്റെ പ്ലാനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഏത് കാറ്റഗറിയൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് സെറ്റ് ചെയ്യാൻ നോക്കുക. അതിനുവേണ്ടി കാറ്റഗറി എന്നുള്ള എടുക്കുകയാണ്. ഞാൻ ഇവിടെ എഡ്യൂക്കേഷൻ എന്നുള്ളിടത്ത് അക്കാഡമി എന്നുള്ള എടുക്കുകയാണ്. ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് എല്ലാ മാസവും 1,000 രൂപ വെച്ച് സ്കൂൾ ഫീസ് അടയ്ക്കുന്നുണ്ട്. അതിൽ ടോട്ടൽ എനിക്ക് 12,000 ആകുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ടോട്ടൽ ഫീസ് എന്നുള്ളത് എടുക്കുക, എൻ്റർ ചെയ്യുക. അപ്പം എനിക്കൊരു വർഷം കൊണ്ട് 12,000 ആണ് ഒരു ഫീസായിട്ട് ഞാൻ അടയ്ക്കുന്നതെങ്കിൽ ഓരോ മാസം 1,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം INR അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ 27 ഡിസംബറിലെ 1/12 എന്നുള്ളത് ഓൾറെഡി ഒരെണ്ണം ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. അതിപ്പം 1,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 12,000 ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ബാലൻസ് 11,000 ഉണ്ട്. ഇനി ബാക്കിയുണ്ട്. ഇനി നെക്സ്റ്റ് മന്ത് അത് ഇവിടെ നെക്സ്റ്റ് വന്ന് നോക്കി കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അത് ആ ടൈം ആകുമ്പോൾ അത് നമുക്ക് ഇതിൽ എൻ്റർ ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. അത് ഓൾറെഡി ഇപ്പം നമ്മൾ എക്സ്പെൻസിനകത്ത് എഡ്യൂക്കേഷൻ എന്നുള്ളതിനകത്ത് അക്കാഡമി എന്നുള്ളതിനകത്ത് 1/12 എന്നുള്ള അതൊരു എൻ്റർ ആയിട്ടുണ്ട്. ഇതും നമുക്ക് എക്സ്പെൻസിൽ കാറ്റഗറി നമുക്ക് പറ്റുള്ളൂ. ഇൻസ്റ്റാൾമെൻറ്റ് ട്രാൻസ്ഫറിന് പറ്റില്ല. അടുത്തത് നമുക്ക് ഈ ആപ്ലിക്കേഷനിലെ മെയിൻ കറൻസി ഒന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ ഇതിനകത്തുള്ള മെയിൻ കറൻസി ദ്രഹമാണ്. അത് നമുക്ക് ഇന്ത്യൻ റുപ്പിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ ഒരു ബാക്കപ്പ് നമുക്ക് എടുത്ത് നോക്കണം. അതിനുവേണ്ടി മോർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇതിൽ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ബാക്കപ്പ് ഓർ റീസ്റ്റോർ ഓൺ ഡിവൈസ് എന്നുള്ള ഡേറ്റ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അത് സെലക്ട് ചെയ്യുക. അതിലൊരു ബാക്കപ്പ് നിങ്ങൾ എടുത്ത് വെക്കുക. അതുപോലെ തന്നെ എക്സ്പോർട്ട് ബാക്കപ്പ് ഫയൽസ് ടു ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ എടുത്ത് അത് നിങ്ങളുടെ ഇമെയിലേക്ക് ഒരു ബാക്കപ്പ് എടുത്ത് വെക്കുക. കോൺഫിഗറേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ മെയിൻ കറൻസി സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. ഇതിൽ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇതിൽ ഏത് കറൻസിയാണ് നിങ്ങൾക്ക് മാറ്റേണ്ടത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പിയാണ്. അത് സെലക്ട് ചെയ്യുക. കറൻസി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു വാർണിംഗ് ചോദിക്കും. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക, ഡേറ്റ റിട്ടൻഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. വീണ്ടും നമുക്കൊരു വാർണിംഗ് ചോദിക്കും. അതിൽ എസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇതിപ്പോൾ അതൊന്ന് റീസ്റ്റാർട്ട് ആവും. ഇതിപ്പോൾ കാണിക്കുന്നുണ്ട് യു ഹാവ് സക്സസ്ഫുള്ളി ചേഞ്ച് ചെയ്ത് മെയിൻ കറൻസി. ഓക്കെ എന്നുള്ളത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ആയിട്ട് പുതിയതായിട്ട് വരും. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് റീസ്റ്റാർട്ടായി. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ അക്കൗണ്ട്സ് എന്നുള്ള ടാബ് എടുത്ത് കഴിഞ്ഞാൽ
ഇതിലിപ്പോൾ നമ്മുടെ മെയിൻ കറൻസി ഇന്ത്യൻ റുപ്പിയാണ്. അതുപോലെ അസറ്റ് ലയബിലിറ്റി ടോട്ടൽ എന്നുള്ളത് ഇന്ത്യൻ റുപ്പിയിലാണ് കാണിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട്സ് എന്നുള്ളതിനകത്ത് 3 അക്കൗണ്ട്സും 3 കറൻസിയാണ്. അതിൻ്റെ ടോട്ടൽസും നമുക്ക് ഇന്ത്യൻ റുപ്പിയിലാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് കറൻസി ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് അക്കൗണ്ട്സ് എന്നുള്ള ടാബാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ അക്കൗണ്ട്സും ക്രെഡിറ്റ് കാർഡ്സ് ലോൺസും എല്ലാം ഇതിനകത്ത് വരും. ലോണിൻ്റെയും ക്രെഡിറ്റ് കാർഡിൻ്റെയും ഇത് എമൗണ്ട് ലയബിലിറ്റിക്ക് അതാണ് കാണിക്കുന്നത്. അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും നെറ്റ് ബാലൻസ് ആണ് ടോട്ടലി കാണിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ടോട്ടൽ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാം. ഇതിൽ ഇൻകം എക്സ്പെൻസുമാണ്. ഇതിൽ എക്സ്പെൻസിൽ ട്രാൻസ്ഫർ എമൗണ്ട് വരില്ല. പിന്നെ മോർ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിൽ ബയോമെട്രിക്കോ അല്ലെങ്കിൽ നമുക്ക് പാസ്കോഡ് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ കോൺഫിഗറേഷൻ എന്നുള്ള ഓപ്ഷനകത്ത് നമുക്ക് നോർമലായിട്ടുള്ള മന്തിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഡേ ആണോ, അതുപോലെ സൺഡേ വേണോ മൺഡേ ഏതെന്നുള്ളത് സെലക്ട് ചെയ്യാം. ക്യാരി ഓവർ എന്നുള്ള സെറ്റിംഗ് ഞാൻ ഓഫ് ചെയ്യാതിരിക്കുകയാണ്. അതുപോലെ ഇൻകത്തിന് എക്സ്പെൻസിനും കളർ കൊടുക്കുന്നത് ബ്ലൂ റെഡ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഓൺ ആക്കാം. ഓട്ടോ കംപ്ലീറ്റ് എന്നുള്ള ഓണാണ്. അതുപോലെ നോട്ട് എന്നുള്ള ഉദ്ദേശിക്കുന്നത് അത് ഇനേബിൾ കഴിഞ്ഞാൽ നമുക്കിവിടെ നോട്ട് എന്നുള്ളടത്ത് നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ നമുക്ക് നോട്ട് ആഡ് ചെയ്യാം. വീണ്ടും നമ്മൾ കോൺഫിഗറേഷൻ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലാറം നമുക്ക് സെറ്റ് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യാൻ ടൈമിൽ ഇതിലൊരു നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ ഇന്നത്തെ ട്രാൻസാക്ഷൻ ചെയ്തോ എന്നുള്ളൊരു നമ്മളൊരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ നമുക്ക് കോൺഫിഗറേഷനകത്ത് തന്നെ നമുക്ക് സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡാർക്ക് മോഡുണ്ട്. അതിൽ നമുക്ക് ഡാർക്ക് മോഡിൽ ഇതാണ് അതിൻ്റെ ഒരു ഓവർ. PC മാനേജർ എന്നുള്ള ഓപ്ഷനുണ്ട്. ഇതിൽ നമുക്ക് ഇത് അപ്ഗ്രേഡ് വേർഷൻ ആണെങ്കിൽ നമുക്കിത് PC ആയിട്ട് കണക്ട് ചെയ്യാം. $5.99 ഏകദേശം ഒരു 500 റുപ്പീസിന് മേളിലോട്ടാണ്. അതിൽ 1 ടൈം പേയ്മെൻ്റ് ആണ്. പിന്നെ നമുക്ക് ബാക്കപ്പ് നമുക്ക് ഓപ്ഷനുണ്ട്. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടായിട്ട് ബാക്കപ്പ് ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മുടെ ബാക്കപ്പ് സിങ്ക് ആയിക്കൊണ്ടിരിക്കും. ഇതിൽ ഹെൽപ്പ് എന്നുള്ള ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് റിയൽബേറ്റ് ആപ്സ് ആണ്. അവരുടെ ഇമെയിൽ അഡ്രസ്സും ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും വിട്ടുവിട്ടുണ്ടെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും ക്ഷമിക്കുക. നമ്മുടെ വരവ് ചില കണക്കുകൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ സമ്പാദ്യങ്ങളും നിക്ഷേപങ്ങളും നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. സോ പുതിയ വർഷം പുതിയ തീരുമാനം നമുക്കെടുക്കാം. നമ്മുടെ എല്ലാവരുടെയും സമ്പാദ്യവും നിക്ഷേപങ്ങളും വളരട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.